സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി തോമസ് മാഷിനെതിരെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ആഞ്ഞടിച്ചു. ഡൽഹിയിലിരിക്കുന്ന കെ വി തോമസിന് മാസം ഒരു വർഷം 30 ലക്ഷം രൂപ കിട്ടുന്നതെന്നും ഇതൊക്കെ പുഴുങ്ങി തിന്നുമോ എന്നുമാണ് ജി സുധാകരൻ്റെ ചോദ്യം. നിയമനം പാഴ്ചെലവാണെന്നും കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ പ്രത്യുപകാരമാണ് കെ വി തോമസിന് നിയമനമെന്നും NK പ്രേമചന്ദ്രൻ MP വിമർശിച്ചു. ഡൽഹിയിലിരിക്കുന്ന കെ വി തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം, അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA യുടെ പെൻഷൻ, MP യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? അതാണ് പഴയ കോൺഗ്രസ്സുകാരൻ DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ചാണ്. അതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മുടെ അദ്ദേഹത്തെ പരിഗണിച്ച്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളുള്ളപ്പോൾ എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ, കോളേജിൽ പോകുമ്പോൾ അതവർ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ ലഭ്യ കൊടുത്തത്. ഞാൻ കൊടുത്തു, അതെൻ്റെ പാർട്ടി ബോധം. കെ വി തോമസ് കാലുമാറി കൂറുമാറി LDFിൽ വന്നതിൻ്റെ പാരിതോഷികമായി കൊടുത്തതാണ്. പാഴ്ചെലവാണ് സത്യത്തിൽ അതിനുവേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ ഭത്ത ഇപ്പോൾ 5.5 ലക്ഷം രൂപയുണ്ടായിരുന്നത് 11.6 ലക്ഷം രൂപയായി പ്രതിവർഷ യാത്രാബദ്ധ വർദ്ധിപ്പിച്ചു. ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ തസ്തിക കൊണ്ടില്ല.